സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അദ്ദേഹം മരിച്ചിട്ട് 1 വർഷം തികഞ്ഞിരിക്കുന്നു. സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ശേഷം സിദ്ധാർത്ഥന് നീതി കിട്ടുവാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ വർഷം അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ ഒപ്പം സമരം ചെയ്ത വ്യക്തിയാണ്. ഈ സമരം യഥാർത്ഥത്തിൽ നടക്കേണ്ടത് ആ കോളേജിൻ്റെയും ആ പരിസരത്തുമാണ് നടക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്കറിയാം, മറ്റൊരു പാർട്ടിയുടെ സമരം അവിടെ നടക്കുന്നത് കൊണ്ടാണ് വേദി ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. ഇവിടെ സിദ്ധാർത്ഥൻ മരിച്ചതിന് ശേഷം നടന്ന ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം, കേരളത്തിലെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമൊക്കെ ആശങ്കയിലാക്കിയ സമരം ഒരു കാര്യം നിങ്ങൾക്കറിയാം. കുത്തിമുറിക്കുന്ന രംഗം കേരളത്തെ ആകപ്പാടെ ഞെട്ടിച്ചു. കേക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കുട്ടിയുടെ ബർത്ത്ഡേ, ആ വിദ്യാർത്ഥിയുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ കേക്ക് ഇല്ല, അതിന് പകരം അവനെ തന്നെ കുത്തിമുറിക്കുന്ന കാഴ്ച. അതിനുശേഷം ലോഷൻ ഒഴിക്കുക, കഴുത്തിൽ കടാര വെച്ച് അവനിൽ നിന്ന് രൂപ തട്ടിയെടുക്കുക. അങ്ങനെ ഒരു നിലപാടുമായി ഒരു പറ്റം വിദ്യാർത്ഥികൾ വരുന്നു. ആ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ ചോദിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. നമ്മൾ വിചാരിക്കും വലിയൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് നടന്ന, ആരും അറിയാത്ത വിധം. പക്ഷെ ഇത് 27 പേര് മാത്രമുള്ള ഒരു സ്ഥലത്ത് 27 പേര് മാത്രം, അവിടെ 5 വിദ്യാർത്ഥികൾ മറ്റ് 5 വിദ്യാർത്ഥികളെ ക്രൂരമായ റാഗിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, 3rd ഡിഗ്രി ടോർച്ചർ, ആ ടോർച്ചറിന് വിധേയപ്പെടുത്തിയതിന് ശേഷം അവിടുത്തെ പ്രിൻസിപ്പൾ അറിയുന്നില്ല, അവിടുത്തെ വാർഡൻ അറിയുന്നില്ല, അസിസ്റ്റന്റ് വാർഡൻ അറിയുന്നില്ല, അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ അറിയുന്നില്ല. നിങ്ങൾക്കറിയാം, രാത്രി 12 മണിക്ക് വരെ ഉച്ചത്തിൽ പാട്ട് വെച്ചിട്ടാണ് ഈ പീഡനം 4 മാസക്കാലത്തോളം നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്നും ഇതിൻ്റെ അധികൃതർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ട് ഇവർക്കെതിരെ പോലീസ് അന്വേഷണം നടത്താൻ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ നടപടി എടുക്കാൻ തയ്യാറാവുന്നില്ല? നടപടി എടുക്കുന്നുണ്ട്. ആർക്കെതിരാണെന്നറിയോ? ഇവിടെ ഇതിനെ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്കെതിരെ നടപടി, അവർക്കെതിരെ എന്താ പറയുക, വാട്ടർ കാനൺ പ്രയോഗിക്കുക. ആ തരത്തിലുള്ള ഒരു സമീപനം പോലീസും സർക്കാരും എടുക്കുന്നു. ഇതിനകത്ത് സർക്കാരിന് എന്തോ ഒളിക്കാനുണ്ട്. ഇന്നലെയും ഒരു റാഗിങ്ങിൻ്റെ വിവരം തിരുവനന്തപുരത്ത് നിന്ന് കേട്ടു, ഇല്ലേ? SFIയുടെ ഇടിമുറി അല്ലെങ്കിൽ മുറിയിൽ നിന്ന് പീഡനം നടത്തിയെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ശ്രീകാര്യത്ത് ഇതേ കാര്യം സംഭവിച്ചു. അന്ന് ഞാനും വിൻസെൻ്റ് MLAയും പോയി അവിടെ പ്രതിഷേധം നടത്തി. ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു അവിടെ SFIക്കാർ. എന്നിട്ട് ഞങ്ങൾക്കെതിരെ, MLAമാർക്കെതിരെ അന്ന് കേസെടുത്തു. ഇതാണ് ഇരയോടൊപ്പമാണെന്ന് പറയുക, പക്ഷെ വേട്ടക്കാരനോടൊപ്പമാണ് സർക്കാർ നിൽക്കുന്നത് എല്ലാ തലത്തിലും. ഇന്ന് സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷം അതിന് ഉത്തരവാദികളായവർ ഒരു കുഴപ്പമില്ലാതെ വിവരിക്കുകയാണല്ലോ. സ്കോട്ട് ഫ്രീ എന്ന വാക്ക് ഇംഗ്ലീഷിൽ പറയും, സ്കോട്ട് ഫ്രീ, ഒരു പ്രശ്നമില്ലാതെ വിവരിച്ച് നടക്കുകയാണ്. ഇനിയും സിദ്ധാർത്ഥന്മാർ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. സിദ്ധാർത്ഥൻ്റെ അവസ്ഥ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ അതേ സാഹചര്യം വന്നേനെ. അവിടെ സാഹചര്യം വരാത്തത് എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട്, ആ കുട്ടികളുടെ ഭാഗ്യം കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇവിടെ വീണ്ടും ഇതേ കാര്യം ആവർത്തിക്കുകയും ഈ കുട്ടികൾ അങ്ങനെയുള്ള കടുങ്കൈ വല്ലതും ചെയ്തേനെ. തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിലുള്ള ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ടവർ അവരെ സംരക്ഷിക്കുന്ന ശ്രമമുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരു കാരണവശാലും ഇത് തുടർന്നു പോകാൻ സമ്മതിക്കത്തില്ല. പൊതുസമൂഹം ഇതിനെ അംഗീകരിക്കുന്നില്ല.